ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഞണ്ട് കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് വറുത്ത് മാറ്റാം കേട്ടോ. ഒരു 6-7 ഗ്രാമ്പൂ, 4-5 ഏലക്ക, ഒരു 7-8 ഉണക്കമുളക്, ജാതിപത്രി ഒരെണ്ണം, ഒരു 2.5 ടീസ്പൂൺ പച്ചമല്ലിയും ചേർത്ത് നന്നായിട്ട് വറുത്ത് മാറ്റി വെക്കാവേ. ഇനി അതേ പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 3 സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം കേട്ടോ. പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുത്തു. ഈ പരുവമാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാവേ. ഇനി ഇതിലേക്ക് നമ്മൾ സ്പൈസസ് വറുത്ത് വെച്ചിട്ടിരുന്നല്ലേ, അതും കൂടി ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ച് മാറ്റി വയ്ക്കാം. ഇത് ഇത്രയും കൂട്ട്. ഇനി അതേ പാനിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, കടുകിട്ട് കൊടുക്കാം, വേപ്പിലിട്ട് കൊടുക്കാം, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിക്കുന്നത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളായ ചെറിയ ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ, വലിയ ജീരകപ്പൊടി 1 ടീസ്പൂൺ, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നിടം വരെ വറുത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഞണ്ടിൻ്റെ പീസസ്, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടിൻ്റെ പീസസ് ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇതോടൊപ്പം ഞാൻ 2 പഴുത്ത ടൊമാറ്റോ പേസ്റ്റ് രൂപത്തിൽ അരച്ചതും ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കൂട്ടില്ലേ, സവാളയും സ്പൈസസും, അത് നമുക്ക് നന്നായിട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് പാകത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഈ ടൈമിൽ. അതോടൊപ്പം 2 ടൊമാറ്റോ ഈ വലിപ്പത്തിന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കസൂരി മേത്തിയും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ചേർത്ത് മൂടി വെച്ച് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാവേ. മൂടി വെച്ച് തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കിടുക്കാച്ചി ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ഇടാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാവേ.